ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ മുൽക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സൂറയാണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് നമ്മൾ പഠിക്കലും പാരായണം ചെയ്യലും അതിനോടത്തോളം ബൈഹാർട്ടാക്കിയാൽ പാരായണം ഒന്നും കൂടി സുഗമമാകും. കാരണം എല്ലാ രാത്രിയും ഈ സൂറ പാരായണം ചെയ്യാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തുണ്ട്. മൻ ഖറഅഹ ഫീ ലൈലത്തിൻ ഫഖദ് അതാബ വ അക്സർ. ഒരാൾ രാത്രി ഈ സൂറ ഓതുകയാണ് എങ്കിൽ അയാൾ വിശിഷ്ടമായ കാര്യമാണ് ചെയ്യുന്നത്. അയാൾ വളരെ പുണ്യങ്ങൾ പെരുപ്പിച്ച വ്യക്തിയാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അപ്പോൾ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് ഓതുക എന്നുള്ളത് വലിയ പുണ്യമാണ്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ്. മക്കയിൽ പ്രബോധനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അവതീർണമായ സൂറത്താണ് സൂറത്ത് അൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സൂറത്തുൽ മുൽക്ക് ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ എന്നാണ്. ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് തടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്നാണ്. ഖബറിൽ വിചാരണ ചെയ്യപ്പെടും, അവിടെ രക്ഷാശിക്ഷകൾ ഉണ്ടാകും. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ. ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്ക് സൂറത്തുൽ മുൽക്ക് കരണീയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ സഹീഹു തർഗീബ് തർഹീബിൽ വായിച്ചൊരു ഹദീസിൽ ഒരു വ്യക്തി ഖബറിൽ അടക്കപ്പെടും. അപ്പോൾ ആ വ്യക്തിയുടെ അടുക്കലേക്ക് വരപ്പെടുമെന്നാണ്. ശിക്ഷയുടെ മലക്കുകളുടെ ആഗമനം ഉണ്ടാകുമെന്ന അർത്ഥത്തിൽ. അങ്ങനെ അയാളുടെ കാലിൻ്റെ ഭാഗങ്ങളിലൂടെ ഖബറിലേക്ക് വരുമ്പോൾ കാലുകൾ സംസാരിക്കുമെന്നാണ്. എൻ്റെ മാർഗ്ഗേണ ഇങ്ങോട്ട് പ്രവേശനമില്ല ഇയാളിലേക്ക്. ഇയാൾ എല്ലാ രാത്രിയും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അയാളുടെ തലയുടെ ഭാഗത്തിലൂടെ നെഞ്ചിൻ്റെ ഭാഗത്തിലൂടെയൊക്കെ വരുമെന്നാണ്. അപ്പോഴൊക്കെ അവർ ശഫാഅത്ത് ചെയ്യുമെന്നാണ്. എൻ്റെ മാർഗ്ഗേണ ഇങ്ങോട്ട് പ്രവേശനമല്ല. ഈ വ്യക്തി രാത്രി സൂറത്തുൽ മുൽക്ക് കാന യഖൂമു വ യഖ്റഉ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് നമസ്കരിക്കുമായിരുന്നു എന്ന് പറയും എന്നാണ്. സഹിഹായ ഹദീസാണ്. അപ്പോൾ സൂറത്തുൽ മുൽക്ക് അത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ സൂറത്തുൻ ഫിൽ ഖുർആൻ 30 ആയ, ഖുർആനിലെ ഒരു സൂറത്ത് അത് 30 ആയത്തുകളാണ്. തശ്ഫഉ ലി സാഹിബിഹ യൗമൽ ഖിയാമ. ആ സൂറത്ത് അതിൻ്റെ വാക്താവിന് അന്ത്യനാളിൽ ശുപാർശ പറയുമെന്നാണ്. ഹത്താ യുഗ്ഫറ ലഹ്, അയാൾക്ക് പൊറുക്കപ്പെടുന്നത് വരെ. ഇപ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് പൊറുക്കപ്പെടുവോളം ഈ സൂറത്ത് അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ചില റിപ്പോർട്ടിൽ പിന്നെ തസ്തഗ്ഫിറു ലഹു എന്നാണ്. സൂറത്ത് അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ്. പൊറുക്കലിനെ തേടും. അപ്പോൾ ഈ സൂറത്ത് ഷഫാഅത്ത് നിർവഹിക്കും. അതുപോലെ മഗ്ഫിറത്തിന് വേണ്ടി തേടും. അത് പാരായണം ചെയ്ത വ്യക്തിക്ക് പുറത്തു കൊടുക്കപ്പെടുന്നത് വരെ എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ഈ സൂറത്തിൻ്റെ ഒരു പ്രാധാന്യമാണത്. മനസ്സിലായോ? ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയാണ്. അതേപോലെ ഇത് ഷഫാഅത്ത് നിർവഹിക്കും. രാത്രി ഈ സൂറത്ത് പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നല്ല വിശിഷ്ടമായ കർമ്മമാണ് ചെയ്തത്, പുണ്യങ്ങൾ വർദ്ധിപ്പിച്ച പ്രവൃത്തിയാണ് ചെയ്തത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. ഒരു